പ്രഭു, അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പിതാവിന് ഞങ്ങളെ ഒരേ സ്ഥലത്ത് നിന്ന് വ്യത്യസ്ത വർഷങ്ങളിൽ ലഭിച്ചതാണ്. അതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ അങ്ങ് ദയവായി ഞങ്ങളെ സഹായിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഈ വനത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മരത്തിൽ ഏറെ പ്രത്യേകതയുള്ളൊരു തത്തയുണ്ട്. അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും. നിങ്ങൾ എന്നെയാണോ അന്വേഷിക്കുന്നത്? അതെ, എങ്ങനെ മനസ്സിലായി? എല്ലാം എനിക്കറിയാം. നിങ്ങളെ ഞാൻ സഹായിക്കാം. ആദ്യം നമ്മുടെ രാജ്യത്തെ രാജാവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കൂ. അത് സാധ്യമാകുന്ന കാര്യമാണോ? ഒക്കെ സാധിക്കും. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. പ്രഭോ, അങ്ങയെ കാണാൻ 2 കുട്ടികൾ വന്നിട്ടുണ്ട്. ശരി, അവരോട് ഇവിടെ വരാൻ പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? മടിക്കാതെ പറഞ്ഞോളൂ. അത് പ്രഭു, അങ്ങ് ദേഷ്യപ്പെടരുത്. മുഖവുരയൊന്നും ആവശ്യമില്ല. നിങ്ങൾ കാര്യം പറയൂ. ദയവായി അങ്ങ് നാളെ ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായി വരാൻ കഴിവുണ്ടാവണം. ഇത് ഞങ്ങളുടെ വലിയൊരാഗ്രഹമാണ്. ശരി, ഞാൻ വരാം. എന്താ ഇത്? ഈ ആഹാരങ്ങൾ മനുഷ്യന്മാർ കഴിക്കുമോ? ഒരു മനുഷ്യ സ്ത്രീക്ക് മരപ്പലകയും കല്ലുമൊക്കെ പ്രസവിക്കാമെങ്കിൽ മറ്റൊരു മനുഷ്യനായ അങ്ങേക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ബുദ്ധിമാനായ മഹാരാജാവേ, നിങ്ങൾ എങ്ങനെ അന്നാ കള്ളക്കഥ വിശ്വസിച്ചു? എന്റെ മടയത്തരം കൊണ്ട് ചെയ്തുപോയ കുറ്റത്തിൽ ഞാൻ അതിയായി വ്യസനിക്കുന്നു. നിനക്കെല്ലാം അറിയാമെങ്കിൽ എന്റെ ഭാര്യ എവിടെയാണെന്നും എന്റെ കുഞ്ഞുങ്ങൾ ജീവനോടെ ഉണ്ടോ എന്നും പറഞ്ഞു തരിക. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങയുടെ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ അങ്ങയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ കുട്ടികൾ അങ്ങയുടെ മക്കളാണ്. ഇനി എന്റെ ഭാര്യ എവിടെയാണെന്ന് പറയൂ. അങ്ങയുടെ പത്നി അവരുടെ ആ പഴയ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ പത്നിയെ എവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഞങ്ങള് പോവാം പിതാവേ. നിങ്ങൾ ഏതാ മക്കളെ? അമ്മേ, 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 ഞങ്ങൾ അമ്മയുടെ മക്കളാണ് അമ്മേ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ നൊന്ത് പ്രസവിച്ച മക്കളാണിവർ. നിങ്ങളുടെ ദുഷ്ട മനസ്സുള്ള സഹോദരന്മാർ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. രാജ്ഞി, എന്നോട് ക്ഷമിക്കണം. എന്റെ മടയത്തരം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു നിമിത്തം മാത്രം.